ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവൾ നിങ്ങളോട് ചോദിക്കുന്ന 7 ചോദ്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതേ ചോദ്യങ്ങൾ തന്നെ പുരുഷന്മാരും ചോദിക്കാറുണ്ട്. പക്ഷേ അവരുടെ ആ ചോദ്യത്തിന് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം പുരുഷന്മാർ ഇന്ന പെൺകുട്ടിയോടൊന്നില്ല, തഞ്ചത്തിൽ ഏത് പെൺകുട്ടിയെ കിട്ടിയാലും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് സ്ത്രീകൾ ഈ പറയാൻ പോകുന്ന 7 ക്വസ്റ്റ്യൻസ് പുരുഷന്മാരോട് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അവൾ തീർച്ചയായിട്ടും ആ ഒരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അവൾ നിങ്ങളോട് ഈ പറഞ്ഞ 7 ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന്. ഒന്നാമതായിട്ട് അവളുടെ ലുക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് അവൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നാണ്. അപ്പൊ തനിക്ക് ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ഒരു പുരുഷനോട് ഒരിക്കലും ഒരു പെൺകുട്ടി തന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ട്, എന്നെ കാണാൻ സുന്ദരിയാണോ, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണോ, എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് മാച്ചിങ് ആണോ, അല്ലെങ്കിൽ ലിപ്റ്റിക് ഇച്ചിരി കൂടിപ്പോയോ, അല്പം മേക്കപ്പ് ബോറായിട്ട് തോന്നുന്നുണ്ടോ. അപ്പൊ ഈ രീതിയിൽ അവളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് അവൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ അവളെ കാണുന്നു, അല്ലെങ്കിൽ അവളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവൾ സുന്ദരിയാണോ അത് അവൾക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് അവൾ നിങ്ങളോട് ഈ രീതിയിൽ അഭിപ്രായം ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണ്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കത്തില്ല. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ലവ് അഫെയർ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണോ, അതോ മാരീഡ് ആണോ, വിവാഹിതനാണോ, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അവൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട്. കാരണം അവൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിവാഹിതനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹിതനാണോ, സിംഗിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അഫെയർസ് ഉണ്ടോ, വേറെ പെൺകുട്ടികളുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, അതൊക്കെ അറിഞ്ഞിട്ട് വേണം അവൾക്ക് ഈ ബന്ധം തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു പെൺകുട്ടികളുമായിട്ടൊന്നും ബന്ധമില്ല, അല്ലെങ്കിൽ വേറെ ലവ് അഫെയർസ് ഒന്നുമില്ല, നിങ്ങൾ മാരീഡ് അല്ല, സിംഗിൾ ആണ് എന്ന് കേൾക്കാനാണ് 90% പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവൾ ഈ ബന്ധത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത് അത് അവൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി മൂന്നാമതായിട്ട് അവൾ നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. സത്യത്തിൽ അതൊരു സൈക്കോളജിക്കൽ ട്രിക്ക് തന്നെയാണ്. കാരണം താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനോട് കൂടുതൽ അടുത്ത് ഇടപഴകാനും അവൻ്റെ കൂട്ടത്തിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാനും അവനെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു സഹായം ചോദിക്കുന്നതിലൂടെ അവൾക്ക് സാധിക്കും. സാധാരണഗതിയിൽ അവൾക്ക് താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനോട് അവൾ ഒരിക്കലും സഹായം ചോദിക്കത്തില്ല. എന്നാൽ നിങ്ങളോട് അവൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി നിങ്ങളോട് പറയാണ്, ഈ ഒരു പ്രോജക്റ്റിന് നീ എന്നെ ഒന്ന് സഹായിക്കാമോ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഈ പ്രോജക്റ്റ് ഒന്ന് ചെയ്തു തരാൻ കൂടാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു സഹായം അവൾ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നാണ്. ഇനി നാലാമതായിട്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻസ് അവൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലായിട്ട്. നിങ്ങളുടെ നാട് എവിടെയാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നാണ് ഉള്ളത് തന്നെയാണ്. ഇനി ചില പരദൂഷകരായിട്ടുള്ള വ്യക്തികൾ ഇതുപോലെ തന്നെ ചൂഴ്ന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. അവർ ചോദിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇത് ന്യൂസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളോട് ഈ രീതിയിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോഴും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. മറ്റൊന്നുമല്ല, ആ ചോദിക്കുന്ന രീതിയിൽ അത് പ്രകടമായിരിക്കും. കാരണം അവൾ കുറച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് കുറച്ച് ശൃംഗരിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അഞ്ചാമതായിട്ട് അവളെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാമോ എന്നവൾ നിങ്ങളോട് ചോദിക്കും. അപ്പം അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയി കഴിയുമ്പോഴേ ഒരാൾക്ക് മറ്റൊരാളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കാനും അവൾക്ക് അവനുമായിട്ട് ഒന്നിച്ച് പോകാൻ സാധിക്കുമെന്നൊക്കെ മനസ്സിലാക്കാനും അവർക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴാണ് ആ വ്യക്തി അവൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങളുമായിട്ടൊരു പ്രണയബന്ധം സ്ഥാപിക്കണമെന്ന് അല്ലെങ്കിൽ അതിന് തുടക്കം ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അവൾ ശ്രമിക്കുക നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാനായിരിക്കും. ഇനി ആറാമതായിട്ട് നിങ്ങൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയബദ്ധരാകുന്ന ആ ഒരു പ്രതിഭാസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെ ആയിക്കോട്ടെ, വിശ്വസിക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ ആണെങ്കിലും അതല്ല അവൾ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മറിച്ച് അവൾ പറയാൻ ശ്രമിക്കുന്നത് എന്തായാലും എനിക്ക് നിന്നെ ഇതിനോടകം ഇഷ്ടമായിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഒരു വഴിയാണിത്. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു ഉദ്ദേശമുള്ളത്, നിങ്ങൾക്കെങ്ങാനും അവളെ ആദ്യ കാഴ്ചയിൽ കണ്ടപ്പോൾ തന്നെ അവളോട് പ്രണയം തോന്നിയിട്ടുണ്ടോ എന്നുകൂടി അവൾക്ക് ഈ കൂടെ അറിയണം. അതിനുവേണ്ടി കൂടിയാണ് അവളിങ്ങനെ ചോദിക്കുന്നത്. അപ്പം ആ രീതിയിൽ നിങ്ങൾ പോലും അറിയാതെ ഇങ്ങനെ ഒരു ചോദ്യം അവൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നോട് അങ്ങനെ ഒരു സ്നേഹം തോന്നിയായിരുന്നു
ഇങ്ങനെ കൂടെ കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് ഉറപ്പാവും നിങ്ങൾ അവളെയും സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി ഏഴാമായിട്ട്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് പെൺകുട്ടിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഏത് രീതിയിലായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിങ്ങളുടെ മനസ്സിലേക്ക് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം അയാൾ ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റീസ് ഒക്കെ തന്നിലുണ്ടോ എന്നറിയാൻ കൂടിയാണ്. അപ്പോൾ തന്നിൽ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ അയാൾക്ക് തന്നെ ഇഷ്ടമായി കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഇനിയാണെങ്കിലും തന്നെ ഇഷ്ടപ്പെടാനായിട്ട് അധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ അതറിയാനാണ് അവൾ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് വളരെ ഈസി ആയിട്ട് അവളുടെ ലവ് സ്ട്രാറ്റജിയിലെ അടുത്ത മൂവ്മെന്റ്സ് നടത്താനും സാധിക്കും. അതിനാണ് അവൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.